Hi guys, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് ഓഫ് എക്സറൈസേഷൻ. നമ്മൾ ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ്. നിങ്ങളെ ഈ ഒരു സിലബസിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് ഓഫ് എക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടി കിട്ടിയ ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആണ് ആർ ഓഫ് ടി. ടി അതിന്റെ പാരാമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി ആയിരുന്നു അതിന്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്. അതിന്റെ നോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടുമായിരുന്നു. ഡി വി വി ഡാഷ് ആയിരുന്നു നമ്മുടെ എക്സലേഷൻ. ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ആ ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ എക്സലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പുതിയ രണ്ട് ടേമുകൾ വരുന്നുണ്ട്. അതാണ് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ്. അപ്പോൾ ടാൻജൻഷ്യൽ നോർമൽ കമ്പോണൻസ് എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിന് കുറേ നമുക്ക് ആറിന് തുടങ്ങാം. ആറിന് തുടങ്ങിയിട്ട് നമ്മൾ എക്സലേഷനിൽ വരുത്തുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പ്രഷൻ, അൽജിബ്രിക് എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഡിഫൈൻ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ കൺസിഡർ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് ദ കർവ് സി. അപ്പോൾ സി ആണ് ആ ഒബ്ജക്റ്റിന്റെ മൂവിങ് കർവ്. അപ്പൊ അതിന് നമുക്ക് അതിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്താണ് ആർ ഓഫ് ടി എന്ന് പറഞ്ഞത്. അതിന് അതിനൊരു പാരാമീറ്റർ ഉണ്ടാവില്ല നമ്മൾ ടി ടൈം എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം, വി എന്താ സ്പീഡ് ഓഫ് ദ ബോഡി ടൈം എനി ടൈം ടി. നമുക്ക് എന്തായാലും വി ഇസ് ഇക്വൽ ടു നോം ഓഫ് വി ഓഫ് ടി. വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നോം വി ഓഫ് ടി പറഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി ആയിരുന്നു അല്ലെ, പൊസിഷൻ വെക്ടറിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പൊ നമുക്ക് വി എന്താന്ന് പറയാം, വി ഇസ്ക്വൽ നോം ആർ ഡാഷ് ഓഫ് ടി ആയിരുന്നു. ആണല്ലോ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഇവിടുന്ന് നമുക്ക് വേറെ എന്താ ടാൻജൻഷ്യൽ വെക്ടർ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി ഇസ്ക്വൽ ആർ ഡാഷ് ഓഫ് ടി ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ആണെന്ന് നമുക്ക് അറിയാം. ഇതൊക്കെ നമുക്ക് മുന്നേ അറിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് എന്താ പറയാം, വി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി ആണല്ലോ. ഈ ഒരു ടിയുടെ എക്സ്പ്രഷൻ ആർ ഡാഷ് ഓഫ് ടി നമുക്ക് എന്തുണ്ടാക്കാം, നോം ആർ ഡാഷിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്കാലർ ആണല്ലോ നോം ആർ ഡാഷ് ഓഫ് ടി. നോം ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു നമ്മളെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ നേടാം. ഇവിടെ ഈ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, വി ആണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം, നമുക്കൊരു വെലോസിറ്റി വെക്ടറെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ഇൻ ടൈം ഓഫ് സ്പീഡും അതിന്റെ ആ പൊസിഷൻ വെക്ടറിന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ആക്കി എഴുതിയിട്ട് നമുക്ക് അതിന്റെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ വെലോസിറ്റി വെക്ടർ ഫംഗ്ഷനെ വി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആയിരുന്നു. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതിയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് പറയാം, എക്സലേഷൻ എന്ന് പറഞ്ഞാൽ വി ഡാഷ് ആയിരുന്നു അല്ലെ, ഡി വി ബൈ ഡി ടി ആയിരുന്നു അല്ലെ. വെലോസിറ്റി ബൈ ടൈം ആണ് നമ്മളെ എക്സലേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ എ ഇസിക്കൽ വി ഡാഷ് ഡി ബൈ ഡി ടി ഓഫ് വി. വി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വി ഓഫ് ടിന്റെ എക്സ്പ്രഷൻ നമ്മൾ അതിലുണ്ട്, വി ടി എന്നുണ്ട്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് വി ടി ഇസിക്കൽ ടു വി ഡാഷ് ടി പ്ലസ് വി ടി ഡാഷ് അല്ലെ. നമ്മളവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മളെ എക്സലേഷൻ ഇവിടെ വി ഡാഷ് ടി പ്ലസ് വി ഇൻറ്റു ടി ഡാഷ് എന്നൊരു എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ നമ്മുടെ എക്സലേഷൻ വെക്ടറിന് നമ്മൾ പുതിയൊരു എക്സ്പ്രഷൻ കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ നോർമൽ വെക്ടറിനെയും വെച്ചിരിക്കുന്നു കൊണ്ടുവരാം. അതിന് വേണ്ടി നമുക്ക് എന്താ പറയാം, സിൻസ് എൻ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായാലും ടി ഡാഷ് ബൈ നോം ടി ഡാഷ്. അപ്പൊ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഈ ടി ഡാഷിന് വരെ എന്തൂടെ എടുത്താൽ മതി, ടി ഡാഷ് ഈക്വൽ ടു നോം ടി ഡാഷ് ഇൻറ്റു എൻ എന്ന് കൊടുക്കാം. അതേപോലെ നമുക്ക് എന്ത് കേർവേച്ചർ കേർവേച്ചറിന് നമുക്ക് എന്തായിരുന്നു, നോം ടി ഡാഷ് ബൈ നോം ആർ ഡാഷ് ആയിരുന്നു. ഇവിടുന്ന് നമുക്ക് നോം ടി ഡാഷിനെ ഈ എക്സ്പ്രഷനിലെ നോം ടി ഡാഷിന് വരെ എന്ത് കൊടുക്കാം, കെ ഇൻറ്റു ഈ എക്സ്പ്രഷൻ ആട്ടോ വരുന്നത്. ഈ എക്സ്പ്രഷൻ എന്നാണ് ഇവിടെ എന്ത് കൊടുക്കാം, നോം ടി ഡാഷിന് കെ ഇൻറ്റു നോം ആർ ഡാഷ് എന്ന് കൊടുക്കാം. ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ വി ഓഫ് ടി ആയിരുന്നു. അപ്പൊ നോം ആർ ഡാഷ് എന്ന സ്പീഡ് വരില്ല, നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി വരും, സ്പീഡ് വരും. അപ്പൊ നമുക്ക് നമ്മുടെ കേവ് വെച്ച് തന്നെ കെ ഇൻറ്റു നമുക്ക് നോം ഓഫ് ടി ഡാഷ് നമുക്ക് കേവ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ടി ഡാഷ് നമ്മളിവിടെ നോം ടി ഡാഷ് ഇൻറ്റു എൻ റെപ്രസെന്റ് ഉണ്ടായിരുന്നു. ആ ടി ഡാഷിലെ ഈ നോം ടി ഡാഷിന് നമുക്ക് എന്ത് കൊടുക്കാം, കേവ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ടി ഡാഷിനെ യൂണിറ്റ് ടി ഡാഷ് നമുക്ക് ഇങ്ങനെ നോം ടി ഡാഷ് ഇൻറ്റു എൻ എന്നായിരുന്നു. ആ നോം ടി ഡാഷിനെ നമുക്ക് എന്താക്കി, നോം ടി ഡാഷിനെ നമുക്ക് കെ വി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി എൻ. അപ്പൊ കെ വി എൻ എന്ന് നമുക്ക് എന്ത് ടി ഡാഷ് നമുക്ക് എക്സ്പ്രഷൻ കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്ത സാധനത്തിന്റെ ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് മാത്രം, കമ്പ്യൂട്ടേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കാം, അപ്പോൾ എക്ക് നമ്മളിവിടെ വി ഡാഷ് ടി പ്ലസ് വി ടി ഡാഷ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വി ഡാഷ് ടി പ്ലസ് വി ഇൻറ്റു
ഈ ടി ഡാഷിനെ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? കെ വി എൻ. ടി ഡാഷിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടല്ലേ, കെ വി എന്നുള്ളത്, അവിടെ കെ വി എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ എ ഇസ് ഇക്വൽ ടു വി ഡാഷ് ടി പ്ലസ് കെ വി സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായി, നമ്മളെ എക്സ്പ്രഷൻ വെക്ടറിനെ നമുക്ക് എന്തുണ്ടാക്കി പറ്റി? രണ്ട് വെക്ടറിന്റെ സമ്മായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി അല്ലേ? എന്തൊക്കെയാണ്? ഒന്ന് ഇതെന്താ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്, ഇത് യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. അപ്പൊ ഇതിനോടൊരു വി ഡാഷ് ഒരു സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്താണ്. ഇവിടെ ഈ നോർമൽ വെക്ടർ യൂണിറ്റ് നോർമൽ വെക്ടറിനെ ഇവിടെയും ഒരു സ്കേലാർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ശ്രദ്ധിക്കാം. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മൾ ഈ ആക്സലറേഷനെ രണ്ട് വെക്ടേഴ്സിന്റെ സമ്മാക്കി എഴുതി. ഒന്ന് വി ഡാഷ് ടി പ്ലസ് മറ്റേത് കെ വി സ്ക്വയർ തന്നെ. അപ്പൊ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഈ വെക്ടർ ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഡയറക്ഷനിലല്ലേ? എ എന്ന് പറഞ്ഞൊരു വെക്ടർ, അതിന് സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഡയറക്ഷനിൽ മാറാൻ പോകുന്നില്ലല്ലേ? അപ്പോൾ ഈ എ എന്ന് പറയുന്നത് രണ്ട് വെക്ടറിന്റെ സമ്മാക്കി ചെയ്താൽ അതിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഒരു വെക്ടർ എന്ന് പറഞ്ഞ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും, അടുത്ത വെക്ടർ എന്ന് പറഞ്ഞ യൂണിറ്റ് നോർമൽ വെക്ടറിന്റെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് എക്സ്പ്രഷൻ വെക്ടർ എ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ദ സം ഓഫ് ടു വെക്ടേഴ്സ്, one along the tangential direction, the v dash എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും. and the other along the normal direction. അടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ നോർമൽ ഡയറക്ഷനിലുള്ള വെക്ടർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ എക്സ്ലേഷൻ വെക്ടറിനെ നമുക്ക് രണ്ട് വെക്ടറിന്റെ സമ്മാക്കി എഴുതാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് അതിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷന്റെ ഈ വെക്ടറിനെ ഈ ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും, അടുത്തെന്ന് പറയുന്നത് നോർമൽ ഡയറക്ഷനിലും ആയിരിക്കും അല്ലേ? അപ്പൊ ഒരു മൂവിങ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. അപ്പൊ അതിന്റെ വെക്ടേഴ്സിന്റെ ഒരു സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഫസ്റ്റ് രണ്ട് വെക്ടറെ സമ്മാക്കി കഴിഞ്ഞാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്നിന്റെ ഡയറക്ഷൻ അതിന്റെ ടാൻജന്റിന്റെ ഡയറക്ഷൻ, മറ്റേ നോർമലിന്റെ ഡയറക്ഷനിലും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഒരു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ അലോങ് ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ, ഇവിടെ വി ഡാഷ് ടി എന്ന് പറഞ്ഞ വെക്ടർ ആണ്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നോമ് വി ഡാഷ് ടി അല്ലെ? ഇവിടെ നോമ് വി ഡാഷിന്റെ നോമ് വി ഡാഷിന്റെ നോമ് ടി എന്ന് എഴുതാം. നോമ് ടി എന്താണ്? നോമ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് വി ഡാഷ് തന്നെ, വി ഡാഷ് എന്ന സ്കേലാർ ആണോ അല്ലെ? അപ്പൊ ഇതിന്റെ വി ഡാഷ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ടാൻജൻഷ്യൽ വെക്ടറിന്റെ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി ഡാഷ് ആയിരിക്കും ആണല്ലോ. ഇതിന് ടാൻജൻഷ്യൽ സ്കേലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ വി ഡാഷിനെയാണ് എന്ത് പറഞ്ഞത്? ടാൻജൻഷ്യൽ സ്കേലാർ. കാരണം നമ്മൾ പറഞ്ഞു ആക്സലറേഷൻ നമുക്ക് രണ്ട് വെക്ടറിനെ സമ്മാക്കി എഴുതാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് എന്താണ്? അത് ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വി ഡാഷ് ടിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, വി ഡാഷ് സ്കേലാർ ആണ്, പുറത്തേക്ക് എടുക്കാം. നോമ് ടിന്റെ 1 ആണ്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വി ഡാഷ് ആയിരിക്കും. സിമിലർലി രണ്ടാമത്തെ സം ചെയ്യുമ്പോൾ രണ്ടാമത്തെ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻ നോർമൽ ആണ്. ഇതിന്റെ നോം എടുത്തു കഴിഞ്ഞാൽ നോമ് കെ വി സ്ക്വയർ അല്ല ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വരിക, നോം n 1 ആവുന്നുണ്ട് അല്ലെ? അപ്പോ ഈ ഒരു മാഗ്നിറ്റ്യൂഡ് എന്താണ്? നമ്മള് നോർമൽ ഡയറക്ഷനിലുള്ള നമ്മളെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന്റെ എക്സ്പ്രഷന്റെ കമ്പോണന്റ് നമ്മൾ നോർമൽ സ്കേലാർ കമ്പോണന്റ് ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് പുതിയ ടേമുകളാണ് ടാൻജൻഷ്യൽ സ്കേലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആക്സലറേഷൻ അലോങ് ദ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ആക്സലറേഷന്റെ മാഗ്നിറ്റ്യൂഡ്. അതേപോലെ നോർമലിന്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന വെക്ടറിന്റെ കമ്പോണന്റ് ആക്സലറേഷൻ കമ്പോണന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന നോർമൽ സ്കേലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിനെ നമ്മൾ ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള വെക്ടർ നമ്മൾ എ ടി എന്നും മറ്റേതിന് എ എൻ നോർമൽ ഡയറക്ഷനിൽ, ടാൻജൻഷ്യലിന്റെ ഡയറക്ഷനിലാണ് ടി, എല്ലാത്ത നോർമലിന്റെ ഡയറക്ഷനിൽ നമ്മൾ എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോർമൽ സ്കേലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആക്സലറേഷൻ അലോങ് നോർമൽ ഡയറക്ഷൻ ഈസ് കോൾഡ് നോർമൽ സ്കേലാർ. കാരണം നമുക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റിയത്? നമ്മളുടെ ആക്സലറേഷൻ എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് രണ്ട് വെക്ടറിന്റെ സമ്മാക്കി എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. അതിലൊരു വെക്ടർ എന്ന് പറയുന്നത് എന്ത് ഡയറക്ഷൻ? ടാൻജന്റിന്റെ ഡയറക്ഷനും, രണ്ടാമത്തെ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഡയറക്ഷനിലും, രണ്ടാമത്തത് യൂണിറ്റ് നോർമൽ വെക്ടറിന്റെ ഡയറക്ഷനിലും ആയിരിക്കും. ഇതിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ പോകുന്ന വെക്ടറിന്റെ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ ടാൻജൻഷ്യൽ സ്കേലാർ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ എന്നും, സിമിലർലി നോർമലിന്റെ ഡയറക്ഷനിൽ വരുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നോർമൽ സ്കേലാർ കമ്പോണന്റ് ആക്സലറേഷൻ എന്നാണ് പറയുന്നത്.
അപ്പോൾ എനെ നമുക്ക് എന്ത് ചെയ്യും എ ടി ടി പ്ലസ് എ എൻ. ഓക്കെ, ഇത് നമ്മൾ നേരെ റെപ്രസെന്റ് എടുത്തു അല്ലെ. ടാൻജൻഷ്യൽ സ്കെലാർ കമ്പൗണ്ടിനെ എ ടിയും നോർമൽ സ്കെലാർ കമ്പൗണ്ടിനെ എ എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എനെ നമുക്ക് എ ടി ടി പ്ലസ് എ എൻ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വേറെ എ ടി എന്ന് പറഞ്ഞാൽ വി ഡാഷ് ആണ്, എ എന്ന് പറഞ്ഞാൽ കെ വി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് എങ്ങനെയാണ് നമ്മളുടെ ടാൻജൻഷ്യൽ സ്കെലാർ കമ്പൗണ്ട് ഓഫ് എക്സലേഷൻ നോർമൽ സ്കെലാർ കമ്പൗണ്ട് ഓഫ് എക്സലേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇത് വരുന്നത് നമുക്ക് ബോധ്യമുണ്ട്. ഇനി ഇതിനൊരു എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1, 3 രണ്ട് ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ വി ഓഫ് ടിക്ക് വി ടി എന്നുണ്ട്. അതായത് നമ്മുടെ വെലോസിറ്റി വെക്ടറിനെ വി ടി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോറി, വി ഓഫ് ടി സ്മോൾ വി ടി എന്നോ റെപ്രസെന്റ് ചെയ്താൽ മതി. വി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അതേപോലെ ആക്സലറേഷൻ വെക്ടറിന് നമുക്ക് വേറൊരു എക്സ്പ്രഷൻ ഉണ്ട് ആണല്ലോ. ഈ രണ്ട് ഇക്വേഷൻ, ഈ രണ്ട് എൻ്റെയും വിൻ്റെയും എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ എ ടിക്കും എ എന്നിനും ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരാൻ പോകണം. ഒന്നുമില്ല. ഫസ്റ്റ് കേസ് നമ്മൾ വി ഡോട്ട് എ, വിനും വെക്ടർ ഫംഗ്ഷൻ വെലോസിറ്റി വെക്ടറിനെയും ആക്സലറേഷൻ വെക്ടറിനെയും നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യണം. അപ്പൊ വി ഡോട്ട് എ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? വി എന്ന് പറഞ്ഞാൽ വി ടി, നമുക്ക് അതിനകത്ത് എക്സ്പ്രഷൻ ഉണ്ടല്ലോ. എക്ക് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വി ഡാഷ് ടി പ്ലസ് കെ വി സ്ക്വയർ എന്ന എക്സ്പ്രഷൻ ഉണ്ട്. നമ്മളിത് ചെയ്യാണ്. ചെയ്ത് കഴിഞ്ഞാൽ വി ടി ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ലോ അല്ലേ, അപ്പം വി വി ഡാഷ് ടി ഡോട്ട് ടി എന്ന് വരും പ്ലസ് വി കെ വി ക്യൂബ് ടി ഡോട്ട് എന്ന് വരും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ടി ഡോട്ട് ടി എന്ന് പറഞ്ഞാൽ നോമ് ടി സ്ക്വയർ ആയിരിക്കും വേണ്ടത്. ടി ഡോട്ട് എൻ, അതായത് ടി ഡോട്ട് പ്രൊഡക്റ്റ് എൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറും ഓർത്തോഗണൽ ആണെന്ന്. അപ്പം ഓർത്തോഗണൽ ആയതുകൊണ്ട് നോമ് ടി നോമൻ കോസ് 90 എന്നാണ് വരിക. കോസ് 90 0 ആയിപ്പോ. അപ്പൊ ടി ഡോട്ട് എൻ 0 ആയിപ്പോ. അപ്പൊ നമുക്ക് വി ഡോട്ടേക്ക് ഇവിടെ അവിടെ നോമ് ടി എന്തായി? നോമ് ടി ഡോട്ട് ടി നോമ് ടി സ്ക്വയർ ആവും. നോമ് ടി എന്തായിരിക്കും? 1 ആയിരിക്കും. നോമ് ടി സ്ക്വയർ 1 ആണ്, കാരണം യൂണിറ്റ് ടാൻജന്റ് വെക്ടർ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ വി ഡോട്ടേക്ക് നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ടേം 0 ആയി പോയി കഴിഞ്ഞാല്, സോറി, ഇവിടെ ഈ ഒരു ടേം 0 ആയി പോയി. അപ്പൊ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. നോമ് ടി ഡോട്ട് ടി 1 ആയിരിക്കും. നോമ് ടി സ്ക്വയർ 1 ആണ്. അപ്പം വി ഡോട്ട് വി ഇന്നർ പ്രൊഡക്റ്റ് എ എന്ന് പറയുന്നത് വി ഡാഷ് എന്ന് വരും ആണല്ലോ. അപ്പൊ നമുക്ക് എ ടി എന്ന് ഈക്വൽ ടു, അപ്പൊ എ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം? എ ടി എന്ന് പറഞ്ഞാൽ വി ഡാഷ് ആണ് അല്ലെ. എ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടത് അവിടെ എ ടി എന്ന് പറഞ്ഞാൽ വി ഡാഷ് ആയിരുന്നു. അപ്പൊ വി ഡാഷിനെ നമുക്ക് എന്ത് കൊടുക്കാം? ഇതിനെ ഒരു വിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ വി ബൈ വി ഡാഷിനെ വി കൊണ്ട് ഡിവൈഡ് ആവും. വി ബൈ വി ഡാഷ് വി ഡാഷ് ബൈ വി ആണ് അല്ലെ. അപ്പൊ വി ഡാഷിന് നമുക്ക് വി ഡോട്ട് എന്ന് കൊടുക്കാം. അപ്പൊ വി ഡോട്ട് എ ബൈ വി ആണ് നമ്മളുടെ എ ടി. അതിൽ വിനെ നമുക്ക് എന്ത് കൊടുക്കാം? ആർ ഡാഷ് ഓഫ് ടി ആണെന്നറിയാം. ഡോട്ട് എ എന്ന് പറഞ്ഞാൽ ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ആണെന്ന് നമുക്കറിയാം. വിനെ നമുക്ക് സ്പീഡാണ്, നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എ ഓഫ് ടിക്ക് എന്ത് എക്സ്പ്രഷൻ കിട്ടി? എന്ത്? ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ നോം ആർ ഡാഷ് ഓഫ് ടി. അപ്പൊ നമുക്ക് ഒരു മൂവിങ് പാർട്ടികളുടെ കേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ പൊസിഷൻ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? അതിന്റെ ടാൻജൻഷ്യൽ കമ്പൗണ്ട് ഓഫ് എക്സലേഷൻ കാണാനുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. കാരണം അവിടെ ആർ ഓഫ് ടി വെച്ച് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. സിമിലർലി നമുക്ക് എ എന്നിന്റെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡോട്ട് എന്താ ചെയ്ത് നമുക്ക് ഈ ഒരു ടേമിനെ മൊത്തം 0യിലേക്ക് കൊണ്ടുപോകാനാണ്. ഇവിടെ ക്രോസ് ആണെങ്കിൽ ഈ ടേം ആയിരുന്നു 0. അത് ഇവിടെ നോക്കാം. ഓക്കെ, എ എന്നിന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ബി ക്രോസ് എ കാണും. ബിക്കും എക്കും നമുക്ക് എക്സ്പ്രഷൻ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ വി ഡാഷ് ടി ക്രോസ് ടി പ്ലസ് കെ വി ക്യൂബ് ടി ക്രോസ് ഉണ്ട്. അപ്പോൾ ടി ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ടി ക്രോസ് ടി എന്ന് പറഞ്ഞാൽ നോമ് ടി ഇൻറ്റു സൈൻ 0 വരും അല്ലെ. ടിയും ടി നമ്മുടെ ആംഗിൾ 0 ആണ്. അപ്പൊ സൈൻ 0 എന്തായി? 0. അപ്പൊ ഈ ടൈം മൊത്തം 0 ആയി പോകും. നമ്മൾ ഈ ഒരു ടൈം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടുന്ന് പിന്നെ കിട്ടി. ഇവിടെ ടി ക്രോസ് തന്നെ രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് ടി ക്രോസ് തന്നെ എന്താണ്? ടി ക്രോസ് തന്നെ നമ്മൾ നേരത്തെ ബൈനോർമൽ വെക്ടർ ആയിരുന്നു. അപ്പൊ ബി ഒക്കെ എന്താ ഡിഫൈൻ ചെയ്ത് മനസ്സിലാവുണ്ടല്ലോ. ടി ക്രോസ് എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വി ക്രോസ് എ ഈസ് ഈക്വൽ ടു കെ വി ക്യൂബ് ഇൻറ്റു ബി എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വി ക്രോസ് എ ഈസ് ഈക്വൽ കെ വി ക്യൂബ് നോമി വി ക്രോസ് എ കണ്ടു. നോമി വി ക്രോസ് എന്ന് പറഞ്ഞാൽ കെ വി ക്യൂബിന് നോമി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ആണ്. നേരത്തെ പഠിച്ചാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ എൻ ഈസ് ഈക്വൽ ടു കെ വി സ്ക്വയർ എന്നാണ്. അത് നമുക്ക് കെ വി ക്യൂബ് ബൈ വി എന്ന് എഴുതാം. കെ വി ക്യൂബ് എന്ന് പറഞ്ഞാൽ നോമ് ബി ആണ്, വി ക്രോസ് എ ആണ് നമുക്കറിയാം. സോറി, കെ വി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോമ് വി ക്രോസ് എ ആണ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഓക്കെ, എന് നമുക്ക് വി ക്രോസ് എന് കിട്ടി. അപ്പൊ ഇവിടെ ഈ വിനെയും എനക്ക് നമ്മൾ എന്ത് വെച്ച് ആർ ഓഫ് ടി വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ.
ഓക്കെ. ഓക്കെ, ഇവിടെ സ്പീഡ് വി ആണ്. അപ്പൊ ഇതിന് നമ്മൾ നോർമൽ വി എടുത്ത് കെ വി ക്യൂബിന് ഇവിടുത്തെ എക്സ്പ്രഷൻ ഇവിടുന്ന് എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ എ എന്നിനും എ ടിനും എന്തിന്റെ ടേബിളിൽ റെപ്രസെന്റ് ചെയ്യാണ്? ഫുള്ള് നമ്മളുടെ ആ മൂവിങ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടറിന്റെ ടേബിൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടി എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ നോമ ആർ ഡാഷ് ഓഫ് ടി എന്നാണ് വന്നത്. ഇവിടെ നോം ഓഫ്, കാരണം ഇത് ഉള്ളിൽ വെക്ടർ ആണ്, ഇവിടെ ഡോട്ടിന് പകരം ഇവിടെ ക്രോസ് വന്ന് മാത്രമേ ഈ ഇക്വേഷൻ വ്യത്യാസമുള്ളൂ. പിന്നെ ഇത് വെക്ടർ ആണ്, അതിനെ ഈ ഒരു ടേം സ്കാലർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നോം എടുക്കണം. ഇത് ഓൾറെഡി സ്കാലറിലേക്ക് വരുന്നതുകൊണ്ട് ഇവിടെ നോം ഇല്ല, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ എ ടിക്കും എ എന്നിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു എക്സ്പ്രഷൻ കണ്ടെത്തി. ഇനിയൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ഒപ്റ്റ് ദ കേർവേച്ചർ എങ്ങനെ കാണാന്ന് വെച്ചാൽ, കേർവേച്ചർ കെ കാപ്പ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമുക്ക് കണ്ടോ എൻ ഈക്വൽ കെ വി സ്ക്വയർ ആണ്. ഇവിടെ കെ കാണാൻ വി സ്ക്വയറിന്റെ അടിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ കാപ്പ കാണാൻ വേണ്ടി എ എൻ ബൈ വി സ്ക്വയർ, എ ന് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്, അവിടെ വി സ്ക്വയറിന്റെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? കെക്കും ഒരു എക്സ്പ്രഷൻ കിട്ടി, നോമ ആർ ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ്. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിൽ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി നോം വരും അല്ലെ. അപ്പൊ ഒന്നുമില്ല, നേരത്തെ എ എന്നിനെ എന്ത് ചെയ്താൽ മതി? ഒരു നോം ആർ ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒന്നുമില്ല, ഈ ഒരു ഇക്വേഷൻ തന്നെ അല്ലേ. ഇവിടെ കെ കിട്ടാൻ വേണ്ടി വി സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുപോയി, വേറെ ചേഞ്ച് ഒന്നുമില്ല. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോമും ആർ ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ ആയിരിക്കും, ആ വ്യത്യാസം മാത്രം വന്നിട്ട്. പ്രോബ്ലം എങ്ങനെയാ വരുന്നത് നോക്കാം. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനൊരു കേർവ് ഡിസ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് വെക്ടർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടാൻജൻഷ്യൽ സ്കാലാർ ആൻഡ് നോർമൽ സ്കാലാർ കമ്പോണൻസ് ഓഫ് എക്സലേഷൻ ആൻഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ടി. ആൾസോ ഫൈൻഡ് ദ കേർവേച്ചർ ഓഫ് ദ പാത്ത് അറ്റ് ദ ടൈം ടി. ഓക്കെ, ആ ടൈം ടിയിലെ നമ്മൾ കേർവേച്ചർ കാണാൻ ഇക്വേഷൻ അവിടെ ഉണ്ട്. നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് എക്സലേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മളുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്നുമില്ല, നമുക്ക് എന്തറിയാം, നമുക്ക് ആർ തന്നിട്ടുണ്ട്. അപ്പോ എ ടി കാണാൻ വേണ്ടി ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി കാണുമ്പോൾ അറിയാം, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കാണാൻ അറിയാം, ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ഡോട്ട് കാണാൻ അറിയാം ബൈ നോമ ആർ ഡാഷ് ഓഫ് ടി ചെയ്താൽ മതി. എന്നിലും അങ്ങനെ തന്നെ. അപ്പൊ ഒന്നുമില്ല, ജസ്റ്റ് ആ ഇക്വേഷനിൽ എക്സ്പ്രഷനിൽ കൊടുക്കുക. ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, അവിടുന്ന് ആർ ഡാഷ് ഓഫ് ടി കാണുന്നു, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കാണുന്നു, നോമ ആർ ഡാഷ് ഓഫ് ടി കാണുന്നു. എന്നിട്ട് നമ്മളെ എക്സ്പ്രഷനിലെ ന്യൂമറേറ്ററിലെ വാല്യൂ കാണാൻ വേണ്ടി ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കാണുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എ എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ക്രോസ് പ്രോഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. ആ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ആ എക്സ്പ്രഷനിൽ കൊടുക്കുന്ന എ ടി എന്താണ്, എ എന്താണ് ജസ്റ്റ് കൊടുക്കുന്നത്. കേക്ക് അതുപോലെ തന്നെ എന്തുണ്ട്, നമുക്ക് അതിന്റെ എക്സ്പ്രഷൻ ഉണ്ട്, ജസ്റ്റ് അതുപോലെ തന്നെ കൊടുക്കുന്നു. നമ്മൾ ആർ ഓഫ് ടിന്റെ നമുക്ക് ഇതിന്റെ ഈ ഇക്വേഷനിലെ എല്ലാ സാധനങ്ങളും നമുക്ക് ജസ്റ്റ് കണ്ടെത്താവുന്നേ ഉള്ളൂ. ആ ഇക്വേഷനിൽ കൊടുക്കുന്നു, ജസ്റ്റ് കമ്പ്യൂട്ടേഷൻ മാത്രമേ ഉള്ളൂ. പ്രോബ്ലം 9 അതുപോലെ തന്നെ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ ഹെലിക്സ്, ഒരു സർക്കുലർ ഹെലിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആർ ഓഫ് ടി നമുക്കറിയാം. ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ സ്കാലർ കമ്പോണൻസ് ഓഫ് എക്സലേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം ടി. ആൾസോ ഫൈൻഡ് ദ സെയിം തന്നെ, ജസ്റ്റ് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അപ്പൊ ആറും ആർ ഡാഷ് ആർ ഡബിൾ ഡാഷ് നോമൊക്കെ കാണാം. ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കാണാം, ആർ ഡാഷ് ഓഫ് ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയും കാണാം. ജസ്റ്റ് കമ്പ്യൂട്ടേഷൻ മാത്രം. നമുക്ക് ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ ആണല്ലോ, ഇക്വേഷൻ ജസ്റ്റ് കൊടുത്താൽ നമ്മൾ ഇക്വേഷൻ കണ്ടെത്തിണ്ട, ഇക്വേഷൻ വരുന്ന എങ്ങനെയാ മനസ്സിലാക്കിയാൽ അവിടുന്ന് എ ടിയും എനും കെ ഓഫ് ടി ഒക്കെ കാണും. ഓക്കെ, അപ്പൊ നമ്മള് എന്തായിരുന്നു, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ തുടക്കത്തിൽ അതിന്റെ സാധാ ഒരു ഫംഗ്ഷൻ പോലെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ എന്താണ് ഒരു വെക്ടർ ഇക്വേഷൻ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിച്ചുള്ളത്. അത് ചെയ്തിട്ടായിരുന്നു നമ്മൾ അതിന്റെ ഡിഫറൻഷിയേഷനും സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എക്സ് കമ്പോണന്റ് ഫംഗ്ഷൻ, വൈ കമ്പോണന്റ് ഫംഗ്ഷൻ, സെഡ് കമ്പോണന്റ് ഫംഗ്ഷൻ്റെ ഒക്കെ റിയൽ ഫംഗ്ഷൻ ആക്കി എടുത്തിട്ട് അതിനെയൊക്കെ നമ്മൾ അതിന്റെ ഡിഫറൻഷ്യലും ഇന്റഗ്രേഷനിലുള്ള പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലിമിറ്റ് കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിന് ശേഷം ആ കേർവിലേക്ക് ഒന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ തുടങ്ങി. വെലോസിറ്റിയും ആക്സിലറേഷൻ അങ്ങനത്തെ പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ മാത്തമാറ്റിക്കലി പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടോ പേഴ്സണായിട്ട് മെസ്സേജ് അയച്ച് എന്തെങ്കിലും ചോദിക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലംസൊക്കെ നോക്കാം. ഞാൻ പ്രോബ്ലത്തിന്റെ ബേസിക് സ്റ്റെപ്പുകളിൽ പോകുന്നില്ല, ജസ്റ്റ് +2 മാത്തമാറ്റിക്സ് ആണ്, അതിന്റെ പിന്നാലെ പോകാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നോക്കാം, വിഷയങ്ങൾ അങ്ങനത്തെ വിഷയന്റെ പിന്നീട് ചർച്ച ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള അധികം ടഫായിട്ടുള്ള ടോപ്പിക്കുകളൊന്നുമില്ല, ജസ്റ്റ് നമ്മളെ +2 പഠിച്ചിട്ടുള്ള ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും വെച്ചിട്ടാണ് പ്രൂഫുകളൊക്കെ പോകുന്നത്. ആ പ്രൂഫുകളൊക്കെ എങ്ങനെയാ വന്നത്, ഈ ഒരു ഇപ്പം എക്സ്പ്രഷൻ തന്നെയായാലും ആ ടാൻജൻഷ്യലും നോർമൽ ആ കമ്പോണന്റ് ഒക്കെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. നല്ല കാര്യങ്ങളാണ്, പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഇക്വേഷനൊക്കെ കുറച്ച് ബൈ ഹാർട്ട് ചെയ്യാനുള്ളത്, പ്രോബ്ലം ചെയ്യുമ്പോഴുള്ള സാധനങ്ങൾ. പിന്നെ ഇതിന്റെ സപ്ലിമെന്ററി പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക, സിമ്പിൾ ആയിരിക്കും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒക്കെ വരിക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക. കാരണം ഈ ഡോട്ട് പ്രൊഡക്റ്റിന്റെയും ക്രോസ് പ്രൊഡക്റ്റിന്റെയും പ്രോപ്പർട്ടീസ് ഒക്കെ നല്ല ബേസ് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സുഖമായിട്ടുള്ള പ്രൂഫും സാധനങ്ങളൊക്കെ പഠിക്കാൻ കഴിയുള്ളൂ.
ഓക്കെ, സോ താങ്ക് യു.